ഹായ് ഹലോ മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ല ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊച്ചു മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. LKG UKG ഇങ്ങനെയൊക്കെ പഠിക്കുന്ന കൊച്ചു മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയവർക്ക് ഇത് കഴിച്ചുകൂടാമെന്നല്ല, ഞാൻ ഏറ്റവും അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോ ഇത്. അപ്പോൾ ഞാനിവിടെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഒരു വലിയ പൊട്ടറ്റയും ഒരു ചെറുതും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വലുത് 2ആയിട്ട് മുറിച്ചിട്ടു. അതിന് ശേഷം നമ്മൾ കുക്കറിൽ വെച്ച് നകത്തൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 2 വിസിൽ അടുപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ വേവൊക്കെ. ഇവിടുത്തെ എൻ്റെ കുക്കറിന് 2 വിസിൽ മതിയാവും, അല്ലെങ്കിൽ പൊട്ടറ്റോ വെന്ത് അളിഞ്ഞു പോകും. അപ്പോൾ അത്രയും ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. വെള്ളത്തിലായിപ്പോയാൽ പിന്നെ നമുക്കതെടുത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാ ഞാൻ അതിന് ശേഷം അതിൻ്റെ തണുത്തതിന് ശേഷം തോലെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതുപോലെ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അതൊക്കെ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് വീട്ടിലുള്ള സാധനങ്ങളുടെ ഇതനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇന്നത് തന്നെ ഉണ്ടെങ്കിൽ ഇത് പുടച്ചെടുക്കാവോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഇല്ല കേട്ടോ. നമ്മുടെ യഥമാണ്, നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന നമ്മുടെ സൗകര്യം എന്താ അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കളറൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കളർ യെല്ലോ കളർ വേണ്ടെന്നുള്ളവർ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട, അത് ഒഴിവാക്കുക. അതിലേക്ക് ഞാൻ ഒരു 2.5 ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ അല്ലേ, അപ്പോൾ ഗ്യാസിൻ്റെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മുടെ ഈ അതുപോലെ കായം ഇട്ടുണ്ടാക്കുമ്പോൾ ഒരു നല്ല മണവും കിട്ടും ഇതിന്. ഇനി ഇത് നമുക്ക് കുഴച്ച് കൊടുക്കാം. ഞാൻ ഇച്ചിരി അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് കുഴച്ചതിന് ശേഷം ഞാൻ വീണ്ടും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചപ്പാത്തി മാവില്ലേ, ആ പരുവത്തിന് നമുക്ക് ഇത് കിട്ടണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കേണ്ടത്. അതിനനുസരിച്ച് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിക്ക് ഇത്രയും ഒരു അളവൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അരിപ്പൊടിയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതുപോലെ ചപ്പാത്തി പലയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിൻ്റെ മണ്ടയ്ക്ക് ഒരു ഇച്ചിരി എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് നൈസായിട്ടൊന്നും പരത്താൻ നിൽക്കണ്ട, എന്നാൽ ഒത്തിരി കട്ടിയാവരുത്. അതിന് ശേഷം നമുക്ക് ചെറിയൊരു അടപ്പോ അല്ലെങ്കിൽ ചെറിയ പാത്രത്തിൻ്റെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം റൗണ്ടായിട്ട്. അപ്പോൾ നമ്മുടെ വൈകിട്ട് സ്കൂൾ വിട്ടൊക്കെ നല്ല ചിരിച്ച മുഖത്തോടെ വരുന്ന മക്കൾക്ക് അമ്മമാർ ചിരിച്ചുകൊണ്ട് മക്കളെ ഇങ്ങനെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഒന്ന് ചിരിച്ചിട്ടുള്ള ഒരു പലഹാരം തന്നെ അവർക്കും കൂടെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാവ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൽ 2 കണ്ണിങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പം കൊച്ചുമക്കൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ മുഖത്ത് വരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്കിനി കോടി രൂപ എടുത്താലും കിട്ടത്തില്ല. അതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒരു വായും കൂടെ ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്മൈലി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല രസമാണ് കാണാൻ. ഇനി നമുക്കിതെടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നല്ല വെളിച്ചെണ്ണയ്ക്കകത്താണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഏതെന്ന് വെച്ചാൽ അത് ചെയ്യാം. മക്കൾക്കാവുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചല്ലേ കൊടുക്കത്തുള്ളൂ. ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് തിരിച്ചും മറച്ചും ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് കറുമുറാന്നുള്ള നല്ലൊരു സ്നാക്സ് ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം പൊട്ടറ്റോയ്ക്കകത്തിട്ട് ചേർക്കുന്ന മാവിൻ്റെ കണക്ക് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. നമുക്ക് മാവ് എത്രത്തോളം ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ അത് കിട്ടുന്നോ അതുവരെ അതിനാവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പം കോൺഫ്ലവറും ഞാൻ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഒരു ടൊമാറ്റോ സോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കൾ കഴിക്കും കേട്ടോ, അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ ബാക്കിയുള്ളതും എല്ലാം ഞാനിതുപോലെ ചെയ്ത് വറുത്തെടുക്കുന്നുണ്ട്. ചുമ്മാതായാലും ഇപ്പോൾ ഒരു ഇച്ചിരി പാലാണോ ചായയാണോ എന്താണോ മക്കൾക്ക് കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്ന് കൊടുത്താൽ മതി, അവർ കഴിച്ചോളും. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ ഹെൽത്തിന് നല്ലതാണ്, മക്കൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പുറത്തുനിന്ന് എപ്പോഴും വേണമെന്ന് നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മളോട് നിർബന്ധം പിടിക്കത്തുമില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ കാണുന്നത് വലിയ ഇഷ്ടമല്ലേ.
അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചേരുവകളൊക്കെ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് ഏതൊരു റെസിപ്പി ആയാലും അങ്ങനെ നമ്മുടെ അളവിനനുസരിച്ച് നമ്മളത് കൂട്ടിയും കുറച്ചുമൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ ഞാൻ വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല മണമാണ്. കായത്തിൻ്റെ ഒക്കെ മണം ഉണ്ടല്ലോ, നല്ല മണവും അതുപോലെ തന്നെ രുചികരമായ നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രത്തോളം എത്തിയത്. ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ദാ നമ്മുടെ പലഹാരമെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബായ്.